തരുൺ എനിക്കിപ്പം പ്രമോദ് വിളിയാനുണ്ട്, മധു പുന്നപ്രയുണ്ട്, റിക്സൺ ഉണ്ട്, മനീഷ് മഹിവാലുണ്ട്, ടി വി പ്രസാദ് ഉണ്ട്. ഓരോ കരകളിലും റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ട്. വിപുലമായ കവറേജാണ് പതിവ് പോലെ എല്ലാ ഇടങ്ങളിൽ നിന്നും. വള്ളം നീറ്റിലിറങ്ങുമ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുപ്പപ്പാടം അല്ലെ, കുപ്പപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുപ്പപ്പുറത്തിന്റെ പ്രത്യേകത ഇവിടെയാണ് പള്ളാത്തുരുത്തിയുടെ ബോട്ട് ക്യാമ്പ് ഉള്ളത്. പള്ളാത്തുരുത്തിയുടെ പ്രധാനപ്പെട്ട മേൽപ്പാടം ചുണ്ടൻ വള്ളം ഇറങ്ങാൻ പോകുന്നു. പ്രേക്ഷകർക്ക് കാണാം അവിടെ ആ കരയിൽ മേൽപ്പാടം ചുണ്ടനെ യാത്രയക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരും ഈ പറയുന്ന കരക്കാരും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുണ്ട്. അവിടെ കരയിലും നീറ്റിലുമായിട്ടാണ് കാത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇങ്ങനെ പാഞ്ഞിങ്ങനെ വരും. വള്ളംകളിയുടെ മിശിഹ ഇറങ്ങാൻ പോവാ. വള്ളംകളിയുടെ മിശിഹ ഇറങ്ങാൻ പോകുന്നു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മെസ്സി. പിന്നെ തീർച്ചയല്ലേ ഇനി അങ്ങനെ സ്പെയിൻ കപ്പ് കൊണ്ടുപോകും ഒന്നുമില്ലല്ലോ. അല്ല സാറേ, ഞാൻ എന്നും പറയുന്നുണ്ട്, എത്ര പ്രഗത്ഭർ 40 50 ദിവസം ട്രയലെത്താലും അന്ന് നടക്കുന്ന ഈ വൈകുന്നേരത്തെ 5:45 നടക്കുന്ന ഒരു 4.5 മിനിറ്റ് ഉണ്ട്. ആ മിനിറ്റിലെ ശക്തി ആർക്കാണ് തമ്പുരാൻ ആരുടെ കൂടെ അവിടെ ജയിച്ചിട്ടുള്ളൂ. നമ്മൾ കണ്ടതാണ്. അത് അങ്ങനെ തന്നെയാണ്. വേറെ കാര്യം സാറേ, ആര് ജയിച്ചാലും ഇത് കുട്ടനാടിന്റെ വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ വിജയമായിട്ട് ഞങ്ങൾ എടുക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മേൽഭാഗം ചുണ്ടൻ പുറത്തേക്ക് നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ട്രാക്ക് ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെച്ച പാട്ട് വരുന്നു. ട്രാക്ക് റെഡിയാണോ? റെഡിയാണ്. ആരംഭിക്കാം അല്ലെ? മണിച്ചാണ്ട മനോഹരമായി വള്ളംകളി വള്ളംകളി വള്ളംകളിയേ പുന്നമാടക്കായലിൽ ഓളം തുള്ളിയേ. വള്ളംകളി പാട്ടുമായി മുത്തുക്കൂടയായി കായൽമാറിൽ നിറഞ്ഞല്ലോ ചുണ്ടൻ വള്ളങ്ങൾ. പട്ടുക്കൂട മുത്തുക്കൂട പാളുങ്കൂട ആറന്മുള ഭഗവാന്റെ എഴുന്നള്ളത്ത്. നീ അറിഞ്ഞോ ചീതപ്പെണ്ണെ ചീരുതപ്പെണ്ണെ പുന്നമാടക്കായലോളം ഉറഞ്ഞു തുള്ളി. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ പുന്നമാടക്കായലിൽ ഓളം തുള്ളിയേ. ഇത് കറക്റ്റാണ്. ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് പാടി. കാവാലൻ ചുണ്ടം വള്ളം കുതിര പോലെ ചമ്പക്കുളം പരുന്തു പോൽ പറന്നടുക്കും. തച്ചിലേർത്ത് ചുണ്ടനും പായിപ്പാടനും തെക്കും ഭാഗം കാരിച്ചാലും ഒപ്പത്തിനൊപ്പം. അണിയത്ത് കുഞ്ഞൂഞ്ഞ് തുഴ പിടിക്കും, ആമരത്ത് ആലിക്കാക്ക കൂടെ തുഴയും. വെള്ളോനും ചെറുമാനും ഇടത്തുഴക്കാർ വള്ളപ്പാട്ട് പാടിയാനും കൂടെ തുഴയും. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ പുന്നമടക്കായലിലെ ഓളം തുള്ളിയേ. വേണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പള്ളാത്തുരുത്തിയുടെ മേൽഭാഗം ചുണ്ടൻ നീരണിയാൻ പോകുന്ന കാഴ്ചയിലേക്കാണ്. മേൽപ്പാടം ചുണ്ടൻ ഇങ്ങനെ നീരണിയാൻ പോകുന്നു. ആ കാഴ്ചയിലേക്കാണ്. അതേസമയം തന്നെ കൈനഗരിയിലും, അതായത് ഇന്നിപ്പോ സമയം 8 മണി മുതൽ 8:30 വരെ പ്രധാനപ്പെട്ട എല്ലാ വള്ളങ്ങളും ഇന്ന് ഇറങ്ങുന്നത്. അതായത് ഇന്ന് 8 മണി മുതൽ 8:30 വരെയാണ് സമയം കുറിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല സമയം ഇന്നത്തെ വള്ളം ഇറക്കാൻ പറ്റിയ നല്ല സമയം. തീർച്ചയായും സാറേ, പണ്ട് കാക്ക ഇറങ്ങുന്നതിന് മുമ്പ് വള്ളം ഇറക്കിക്കൊണ്ടിരുന്നത്. കാക്ക ഇറങ്ങുന്നതിന് മുമ്പ് പണ്ട് വള്ളം ഇറങ്ങി. പിന്നെ പ്രായമുള്ള ആളുകൾക്ക് അങ്ങനെ പറഞ്ഞു ഉച്ച നാട്ട്. അപ്പൊ ഇന്നത്തെ സമയമാണ്, അതാണ് പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, സമയം മാറ്റങ്ങളാ. ഇപ്പൊ ഉപ്പാവും കടലിൽ നിന്ന് വള്ളം തുറഞ്ഞ കാലത്തുനിന്ന് അണ്ടിപ്പരിപ്പും ബൂസ്റ്റും ബദാമും ഹോർലിക്സും കഴിച്ചിട്ട് തുഴയുന്ന കാലത്തേക്ക് എത്തി. 25 ലക്ഷം രൂപയിലേക്ക് എത്തി. 1 കോടി രൂപ ഒരു വള്ളത്തിന് ചില 1.5 കോടിക്ക് അടുത്ത് വരും. 1.5 കോടി രൂപയ്ക്ക്. അപ്പൊ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇനിയും മാറും. ഇത് ലോകം കാണണം. തിരുത്തിയെ കുറിച്ച് നമുക്കൊരു കൂട്ടിച്ചേർക്കലുണ്ട്. ഈ കഴിഞ്ഞ വർഷം അവരുടെ 6ാമത്തെ കപ്പെടുക്കൽ കൈവിട്ടു പോയതാ. 5 വർഷം ജയിച്ച് 6ാമത് കപ്പെടുക്കാൻ വന്നാണ് 2025. അതാണ്. പക്ഷേ കൈനഗരി വിട്ടുകൊടുക്കില്ല. വില്ലേജ് ബോട്ട് ക്ലബ്ബ് 2 ടീമുകളാണ്. ഒന്ന് ആരോമ ക്ലബ്ബ് ഉണ്ട്, അതേപോലെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് VBC നടുഭാഗം ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബ്ബ് ഗംഭീര ടീമാണ്. അതെ അതെ അതെ. പുന്നമടയാണോ ടീം? അല്ലല്ല. സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഈ വള്ളങ്ങളുടെ ട്രയലുകളും കാര്യങ്ങളും കാണുക. ഈ നമ്മുടെ ഈ നെഹ്റു ട്രോഫിക്ക് മുമ്പ് തന്നെ 7 വള്ളം വരെ നമ്മുടെ ട്രാക്കിൽ തുഴഞ്ഞു. അപ്പോൾ ആളുകൾ കണക്ക് കൂട്ടുക, ടൈം വെച്ചാണ് തുഴയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് കൂലകൃഷ്ണമായി ചിന്തിച്ച് കണക്കുകൾ പ്രകാരം
ഞാൻ പറഞ്ഞില്ല 9 വള്ളം ഫൈനലിലേക്ക് വരുന്ന തകരീലാണ് പറ്റുന്നത്. 1150 മീറ്റർ ആണ് നീളം അല്ലേ? 1150 മീറ്റർ. സാറേ 3 ഹീറ്റ്സ് ആണ് മരണ ഗ്രൂപ്പ്. 1ാം ഹീറ്റ്സ്, 3ാം ഹീറ്റ്സ്, 5ാം ഹീറ്റ്സ്. ഈ 3 ഹീറ്റ്സിലെ കളിവള്ളങ്ങൾ ഫൈനൽ കളിക്കും. അത് ശരിക്കും പറഞ്ഞാൽ 3 ഫൈനലുകൾ ഉണ്ട് എന്നർത്ഥം. അതാണ് നേരത്തെ പ്രമോദ് പറഞ്ഞത്. നമ്മുടെ ഫൈനൽ വലിയ ഫൈനൽ, പിന്നെ വലിയ ഫൈനൽ, അങ്ങനെ മൊത്തം 4 ഫൈനൽ. അപ്പൊ ത്രസിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫൈനലിലെ വലുതായിരിക്കും. ചുണ്ടൻ നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ആദ്യം മുന്നോട്ട് വലിക്കും, അങ്ങോട്ട് ചെറിയ ഒരു താളം അങ്ങോട്ട് വലിച്ചതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ ആ ചുണ്ടൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. അവിടെ നമ്മുടെ സജോ ദേവസ്വയുണ്ട്. ഇപ്പോൾ ആദ്യത്തെ വള്ളം നീറ്റിലിറങ്ങുന്നത് പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം ചുണ്ടൻ ഇപ്പോൾ നീരണിയാൻ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. നീരണിഞ്ഞാൽ പിന്നെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് റിക്സൺ? നീറ്റിലേക്ക് വള്ളം ഇറങ്ങി കഴിയുന്നു. വള്ളത്തിന്റെ എങ്ങനെയാണോ ഓളം തീരുന്നത്, വള്ളത്തിന്റെ ആ ഫോഴ്സ് തീരുമല്ലോ സാറേ, അങ്ങനെ വള്ളം സ്വയമായി നിശ്ചലമാകുന്ന സമയത്ത് മാത്രം. ഇതെപ്പോഴാണ് ഈ കരയിലേക്ക് കയറിയത്? അത് 2 ദിവസം മുമ്പായിരിക്കും. 2 ദിവസം മുമ്പ് കയറ്റിയിട്ട് വള്ളത്തിനടി മുമ്പ് കയറ്റിയിട്ട് ഇത് പോളിഷ് ചെയ്ത് ചൂടാക്കി പോളിഷ് ചെയ്ത് വള്ളം ഒരുക്കൽ എന്ന് പറയും. ഈ വള്ളം ഒരുക്കൽ കഴിഞ്ഞിട്ട് ഇന്ന് ട്രോഫിക്ക് വേണ്ടി ഇപ്പോഴാണ് ഇത് നീരണിയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ ക്രമം. അതായത് ഇന്നത്തെ ദിവസം വള്ളം ഇങ്ങനെ നിർത്തിയിട്ടേക്കല്ല, കരയിലാണ്. പൂജയൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരുക്കമൊക്കെ എല്ലാം കഴിഞ്ഞ് 8 മണിക്കും 8:30 ഇടയിൽ 8:45 വരെ സമയമുണ്ട്. അതിനിടയിലാണ് നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഓരോ കരയിലെയും വള്ളങ്ങൾ നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നു. പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം ചുണ്ടൻ ഇപ്പോൾ നീറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അത്